ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത് തർക്കിക്കുക, വിജയിക്കുക എന്ന ചിന്തയോടുകൂടിയല്ലാതെ ഇഖ്ലാസോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സത്യത്തിലേക്ക് എത്തിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഈ സംസാരം ശ്രവിക്കണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നവരെയും കേൾക്കുന്നവരെയും പ്രചരിപ്പിക്കുന്നവരെയും അവൻ്റെ സ്വറാത്തു അൽ മുസ്തഖീമിലേക്ക് നയിക്കുകയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മറ്റ് നബിമാരോടൊപ്പം സഹാബികളോടൊപ്പം അവൻ്റെ സ്വർഗത്തിൽ നമ്മെ എല്ലാവരെയും അവൻ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. നബിദിനം ആഘോഷിക്കുന്നവരോട് ചോദിക്കാവുന്ന ഒന്നാമത്തെ ചോദ്യം, സഹോദര, എന്തിനാണ് നീ നബിദിനം ആഘോഷിക്കുന്നത്? അള്ളാഹുവിൻ്റെ അരികിൽ പ്രതിഫലം ലഭിക്കുന്നതിനു വേണ്ടിയാണ്, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ്. നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകൾ രേഖപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നീ നബിദിനം ആഘോഷിക്കുന്നത്. ശരി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നന്മ അറിഞ്ഞിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ഈ നന്മ അറിയില്ലായിരുന്നു. ഇത് നിനക്കു മാത്രം അറിയാവുന്ന നന്മയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിനക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ കൂടുതൽ വിവരമുള്ളത് എന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നേക്കാൾ വിവരം കുറഞ്ഞവരാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിന്നോളം വിവരമില്ല എന്ന് നീ പറഞ്ഞാൽ എന്താണ് ഇസ്ലാമിലെ നിന്റെ സ്ഥാനം? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നീ പാലിച്ചിരിക്കുന്ന അദബ്, മര്യാദ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അന്വേഷിച്ചുകൊണ്ട് 3 ആളുകൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ കാണാതായപ്പോൾ ആ 3 ആളുകളിൽ അയാൾ പറഞ്ഞു, ഞാൻ ഇനി മുതൽ എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്നതാണ്, എല്ലാ ദിവസവും. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ ഇനി ഒരു ദിവസം പോലും രാത്രിയിൽ ഉറങ്ങുകയില്ല. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ ഇനി വിവാഹം കഴിക്കുകയില്ല, ഇബാദത്തുകൾക്ക് വേണ്ടി പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. ഈ 3 ആളുകൾ ഇങ്ങനെ തീരുമാനമെടുത്ത് അവർ തിരിച്ചുപോയി. ഇതെല്ലാം കേട്ട ആയിഷ റളിയല്ലാഹു അൻഹ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വന്നപ്പോൾ അവിടുത്തോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ 3 പേർ വന്നിരുന്നു, അവരിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അന്വേഷിക്കാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചു. അവരെ തിരിച്ചു വിളിപ്പിച്ചു. അവിടുന്ന് ചോദിച്ചു, അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങളാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അവർ പറഞ്ഞു, അതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നി അസൂമു വ ഉഫ്തിർ, എന്നാൽ എൻ്റെ കാര്യം ഞാൻ പറയട്ടെ, ഞാൻ നോമ്പ് നോൽക്കാറുണ്ട്, നോമ്പ് ഉപേക്ഷിക്കാറുണ്ട്. നോമ്പുള്ള പകലുകളുണ്ട്, നോമ്പില്ലാത്ത പകലുകളുമുണ്ട്. വ ഉസല്ലി വ അനാം, ഞാൻ ഉറങ്ങാറുണ്ട്, നിസ്കരിക്കാറുമുണ്ട് രാത്രിയിൽ. വ അതസവ്വജു നിസാ, ഞാൻ സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരെങ്കിലും എൻ്റെ സുന്നത്തിനോട് വിമുഖത കാണിച്ചാൽ, വെറുപ്പ് കാണിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. നോക്കൂ നിങ്ങൾ, എന്താണ് ഈ 3 ആളുകൾ പറഞ്ഞത്? ഒരാൾ പറഞ്ഞത് ഞാൻ എല്ലാ ദിവസവും നോമ്പ് നോൽക്കുമെന്നാണ്, വിചരിക്കുമെന്നല്ല, മോഷ്ടിക്കുമെന്നല്ല, എല്ലാ ദിവസവും നോമ്പ് നോൽക്കും. മറ്റൊരാൾ പറഞ്ഞത് എല്ലാ രാത്രിയിലും നിസ്കരിക്കുമെന്നാണ്. മറ്റൊരാൾ പറഞ്ഞത് വിവാഹം മാറ്റിവെക്കുമെന്നാണ് ഇബാദത്തുകൾക്ക് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് താക്കീതായി പറയുന്നു, മൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരെങ്കിലും എൻ്റെ സുന്നത്തിനോട് വെറുപ്പ് കാണിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് അവസാനം പറഞ്ഞു, ഇന്ന അഅലമകും ബില്ലാഹി വ അഖ്ശാകും അന, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവുള്ളത് എനിക്കാണ്, അവനോട് ഏറ്റവും അധികം ഭയമുള്ളതും എനിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുക. അതുകൊണ്ട് നീ പറയണം, നബിദിനം എന്ന നന്മ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിരുന്നില്ല, നിനക്കാണ് അത് അറിയാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ അപമാനിക്കുകയാണ്. ഇനി നീ പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിഞ്ഞിരുന്നു, പക്ഷെ അവിടുന്ന് അത് പ്രവർത്തിക്കാതിരുന്നതാണ്. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്. അങ്ങനെയാണ് നീ പറയുന്നത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രവർത്തനത്തെക്കാൾ നിന്റെ പ്രവർത്തനമാണ് നല്ലത് എന്നാണ് നീ പറയുന്നത്. റസൂലുള്ളാഹി ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് നന്മയാണ് എന്ന് മനസ്സിലായിട്ടും അവിടുന്ന് പ്രവർത്തിച്ചില്ല, പക്ഷേ നീ അത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തനങ്ങൾ, ഇബാദത്തുകൾ, നന്മകളുടെ കണക്കെടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ചില നന്മകൾ നീ കൂടുതൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നീ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നല്ല മാർഗത്തിലാണ് നീ ഉള്ളത് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, എത്ര ഗൗരവമുള്ള വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഖുത്ബകളിലും പറഞ്ഞിരുന്നു, വഖൈറുൽ ഹദി ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല മാർഗം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ്. അതുകൊണ്ട് സഹോദരൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിഞ്ഞിട്ട് അവിടുന്ന് പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഗൗരവമുള്ളതാണ്. ഇനി നീ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിഞ്ഞിരുന്നു പക്ഷേ പ്രവർത്തിച്ചില്ല, മാത്രമല്ല അവിടുന്ന് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തില്ല. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, അവിടുന്ന് വിനയം കൊണ്ട് പറയാതിരുന്നതാണ് എന്ന് പറയാറുണ്ട്.
അങ്ങനെ നീ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നന്മ അറിഞ്ഞതിന് ശേഷവും അത് അവിടുന്ന് പുറത്തേക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് നീ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നീ ഏറ്റവും ഗുരുതരമായ കളവ് കെട്ടിച്ചമച്ചിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, മൻ സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കതമ ഷൈഅൻ മിമ്മ അമറ അല്ലാഹു ബിഹി അൻ യുബല്ലിഗഹു ഫഖദ് അഅദമ അലല്ലാഹിൽ ഫിരിയ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും ഒരു കാര്യം ദീനിൽ നിന്ന് മറച്ചു വച്ചിരിക്കുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ അള്ളാഹുവിൻ്റെ മേൽ ഗുരുതരമായ കളവ് പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയാത്ത, അവിടുന്ന് പ്രവർത്തിക്കാത്ത, അവിടുന്ന് പറഞ്ഞു നൽകാത്ത ഒരു നന്മ നിനക്ക് അറിയുമെന്ന് നീ പറഞ്ഞാൽ സഹോദര, അതിൻ്റെ അർത്ഥം നീ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തുകയാണ്. നീ അവിടുത്തെ ആദരിക്കുകയല്ല, നീ അവിടുത്തെ സ്നേഹിക്കുകയല്ല. ഒരാൾ പറയാൻ സുബ്ഹിന്റെ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് അയാൾ പറയാൻ, ഞാനിതാ സുബ്ഹിന് 2 റക്അത്ത് നിസ്കരിക്കില്ല 3 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാലോ, ഞാനിതാ ദിവസവും 5 നേരത്തെ നിസ്കാരം അത് 6 നേരമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാലോ, ഞാനിതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് വിരുദ്ധമായി വർഷം മുഴുവൻ നോമ്പ് നോൽക്കുമെന്ന് പറഞ്ഞാലോ, അവൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മുകളിലാണ് താൻ എന്ന് ജൽപ്പിച്ചവനെ പോലെയാണ്. അതുകൊണ്ടാണ് ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അരികിൽ ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, ഇതാ ഞാൻ മദീനയിൽ നിന്ന് ഹജ്ജിനായി പുറപ്പെടുകയാണ്. മദീനക്കാർ അവർ ഹജ്ജിനു പോകുമ്പോൾ ദുൽ ഹുലൈഫ എന്ന പ്രദേശത്ത് വെച്ചുകൊണ്ടാണ് ഇഹ്റാം കെട്ടേണ്ടത്. ഇമാം മാലിക്, ഞാനിതാ മസ്ജിദുൻ നബവിയിൽ നിന്ന് കുറച്ചു ദൂരം കൂടുതൽ മസ്ജിദുൻ നബവിയിൽ നിന്ന് ഇഹ്റാം കെട്ടി ഞാൻ ഹജ്ജിന് പുറപ്പെട്ടു കൊള്ളട്ടെ. അദ്ദേഹം പറഞ്ഞു, ലാ തഫഅൽഹു ഫഇന്നി അഖാഫു അലൈകൽ ഫിത്ന. നീ അങ്ങനെ ചെയ്യരുത്, നിനക്ക് ഫിത്ന ബാധിക്കുമെന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, അല്ല ഇമാം, കുറച്ചു മൈലുകൾ കൂടുതൽ ഞാൻ ഇഹ്റാം കെട്ടി നടന്നു എന്നതുകൊണ്ട് എന്ത് ഫിത്നയാണ് ബാധിക്കാനുള്ളത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചെയ്യാത്ത ഒരു നന്മ നീ കൂടുതലായി ചെയ്തു എന്ന് നിന്റെ മനസ്സിൽ നീ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ഫിത്ന വേറെന്തുണ്ട്? കുറച്ചു ദൂരം ഇഹ്റാം മാറ്റി കെട്ടുന്നതിനെ കുറിച്ച് ഇമാം മാലിക് പറഞ്ഞ വാക്കാണത്. ഇമാമിങ്ങൾ അവർ ദീനിന്റെ കാര്യത്തിൽ പുലർത്തിയ ശ്രദ്ധയാണിത്. അതുകൊണ്ട് സഹോദര, ചിന്തിക്കുക, നന്നായി ആലോചിക്കുക. നിനക്കറിയാം, നിനക്ക് നല്ല ബോധ്യമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. ആ വിഷയത്തിൽ സ്വഹീഹോ ദഈഫോ ആയ ഹദീസുകൾ പോലുമില്ല, ദുർബലമായ ഹദീസ് പോലുമില്ല, ഒരു സനദ് എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരൊറ്റ ഹദീസ് പോലുമില്ല. ഈ അടുത്ത കാലഘട്ടത്തിൽ ആരൊക്കെയോ എഴുതിവിട്ട ഒരു സനദുമില്ലാത്ത, ഒരു പരമ്പരയുമില്ലാത്ത, ആരോ പറഞ്ഞ കുറച്ച് വാക്കുകളല്ലാതെ ഹദീസ് എന്ന് പറയാവുന്ന സനദോടുകൂടിയുള്ള ഒരു സംഭവം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിച്ചതായില്ല. എന്തിനാ ആഘോഷിക്കുന്ന ആളുകൾ തന്നെ പറയാറുള്ളത് 300 ഹിജ്റ 300-ന് ശേഷം വന്നതാണ് എന്ന്. അതുകൊണ്ട് സഹോദര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു കാര്യം നീ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിക്കുകയാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസനതൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ആരെങ്കിലും ഇസ്ലാമിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കുകയും അത് നല്ലതാണ് എന്ന് പറയുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രബോധനത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് അവൻ പറയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്ത ഒരു നന്മ, അവിടുന്ന് ചെയ്തിട്ടില്ലാത്ത ഒരു നന്മ, അവിടുന്ന് സ്വഹാബികളോട് കൽപ്പിച്ചിട്ടില്ലാത്ത ഒരു നന്മ നിനക്കു മനസ്സിലായി എന്ന് പറഞ്ഞാൽ നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവരമില്ലാത്തവനാക്കിയിരിക്കുന്നു, അവിടുന്ന് അള്ളാഹുവിൻ്റെ ദീനിൽ വഞ്ചന കാണിച്ചവനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നേരെ നാവുകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നിന്റെ പ്രവൃത്തി ആ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് അതാണ്. അതുകൊണ്ട് സഹോദര, ഒന്നാമത്തെ ചോദ്യം അതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്കായിരുന്നു നിന്നേക്കാൾ വിവരമുള്ളത്? അവിടുത്തേക്കായിരുന്നു നിന്നേക്കാൾ കൂടുതൽ ഇബാദത്തുകൾ ഉണ്ടായിരുന്നത്? അവിടുത്തേക്കാണോ നിന്നേക്കാൾ കൂടുതൽ അള്ളാഹുവിനോട് പേടിയുണ്ടായിരുന്നത്? അവിടുന്നാണോ അള്ളാഹുവിൻ്റെ ദീൻ കൂടുതലായി എത്തിച്ചു നൽകിയത്? അതല്ല നീയാണോ? അവിടുന്നാണ് ഈ കാര്യങ്ങളിലെല്ലാം ഏറ്റവും പൂർണ്ണത കാണിച്ചവർ എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം